സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം സഞ്ചാരികൾക്ക് എന്നും പുതുമ നൽകുന്ന, അതായത് ഇന്ന് പോയി നാളെ പോകുമ്പോൾ മറ്റൊരു കാഴ്ചയായിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും പുതുമ നിറയുന്ന ഒരു ഇടമാണ് വയനാട് എന്ന് പറയുന്ന സ്ഥലം. ഒരു പക്ഷേ നമുക്കറിയാം, ഈ മുണ്ടക്കൈ ചുരൽമല ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ അത്രമേൽ വേദനിച്ചിട്ടുണ്ട്. ഈ വയനാട് അത്രമേൽ ആ ഒരു തകർച്ച, വയനാടിൻ്റെ തകർച്ച എന്നുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ വയനാട് അതിജീവിച്ച് വന്നപ്പോൾ പഴയതിലും സുന്ദരിയായി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പോൾ ജോഷില ചേരുകയാണ് വിശദാംശങ്ങളുമായി, വയനാട്ടിലെ വിശേഷങ്ങളുമൊക്കെയായി ചേരുന്നുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് മോർണിംഗ് ഭദ്ര, ഹാപ്പി ന്യൂ ഇയർ. ജോഷില, അതിസുന്ദരിയായി നിൽക്കുകയാണ് വയനാടും ഒപ്പം ജോഷിലയും. എങ്ങനെയാണ് ജോഷില വയനാട്ടിലെ വിശേഷങ്ങൾ? നമുക്കറിയാം, ഈ ദുരന്തമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ആ ഒരു സങ്കടമൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴും അതിൽ ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളക്കര അങ്ങനെ ഒറ്റക്കെട്ടായി വയനാടിനെ അങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരടക്കം ഈ ടൗൺഷിപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കരുതലാണ് വയനാടിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് നമുക്കറിയാം, മറ്റുള്ള സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളൊക്കെ ഒഴുകിയെത്തുകയാണ് വയനാട്ടിലേക്ക്. അതായത് ദുരന്തമുണ്ടായി എന്നുള്ളത് ഓർമ്മിപ്പിക്കുക പോലും ചെയ്യാതെ വയനാടിൻ്റെ ആ വശ്യത, ആ ഒരു മനോഹാരിത ആസ്വദിക്കാനാണ് അവിടെ എത്തുന്നത്. എങ്ങനെയാണ് സഞ്ചാരികളുടെ വിശേഷങ്ങൾ? സഞ്ചാരികൾ എന്തൊക്കെയാണ് പറയുന്നത്? ഭദ്ര, വയനാട് അതിസുന്ദരിയായിരിക്കുകയാണ്. അതായത് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള സൗന്ദര്യമാണ് വയനാടിനെ. മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന വയനാട്, അല്ലെങ്കിൽ മഞ്ഞ് പുതച്ചു നിൽക്കുന്ന വയനാടാണിപ്പോൾ. ഞാനുള്ളത് മേപ്പാടിയിലേക്കുള്ള വഴിയിലാണ്. സഞ്ചാരികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഈ ഡിസംബർ ഏകദേശം 16-ാം തീയതി മുതൽ ഇങ്ങോട്ടേക്ക് സഞ്ചാരികളുടെ പ്രവാഹമാണ്. അത്രയേറെ സുന്ദരമാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. ആ ഒരു ചെറിയൊരു നിരാശ എന്തായാലും ഉണ്ട്. അത്രയധികം സൗന്ദര്യത്തിൽ, അല്ലെങ്കിൽ പച്ചപ്പിൽ, കാപ്പിത്തോട്ടങ്ങളുടെയും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുടെയും മലനിരകൾ, അത്രയേറെ സൗന്ദര്യത്തിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു രംഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. സഞ്ചാരികൾ എല്ലാ ദിവസവും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മൾക്ക് ഈ വഴികളിൽ തന്നെ കാണാം, ഒരുപാട് സഞ്ചാരികൾ രാവിലെ മുതൽ വരികയാണ്, മേപ്പാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏട്ടാ, എപ്പോഴാണ് ഇവിടേക്ക് എത്തിയത്? ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയത്. പകലെത്തിക്കണം, ഉച്ചക്ക് 12 മണിക്ക് എത്തിക്കണം ഇവിടെ. എങ്ങനെയുണ്ട് വയനാട് ഇപ്പോൾ? വയനാട് വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ഒരു ന്യൂ ഇയറും ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്, മകൻ്റെ അതും കൂടി ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. രണ്ടും കൂടി ഒന്നിച്ചാണ് വന്നത്. 30-ാം തീയതിയാണ് വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ രണ്ടും കൂടി ആഘോഷിക്കാൻ വേണ്ടി ഒന്ന് വയനാട് കയറിയതാണ്. വയനാട് കണ്ടോ? ആസ്വദിച്ചോ വയനാട്? എങ്ങനെയുണ്ട് വയനാട്ടിലെ തണുപ്പും മഞ്ഞൊക്കെ? കൂടുതലാണ് ഇപ്രാവശ്യം കൂടുതലാണല്ലേ? വയനാട് നല്ല സുന്ദരിയായിരിക്കുന്ന വയനാടാണല്ലേ? എന്താ പറയാനുള്ളത്? കണ്ടോ? ഹാപ്പിയാണ്. ഭദ്ര, ഒരുപാട് ആളുകളുണ്ട്. എന്താ പറയാനുള്ളത് ഈ വയനാടിന്റെ ഒരു സൗന്ദര്യത്തെ കുറിച്ച്? അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അടിപൊളിയാണ്. കുറെ ദിവസമായോ വന്നിട്ട്? ഇല്ല, ഇന്നലെ വന്നാണ്. രാവിലെ തന്നെ ഇനി എങ്ങോട്ടാണ്? ഇല്ല, ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അതിനിടയിലാണ് ഈ മഞ്ഞും കോട. ഭദ്ര, ഇതാണ് വയനാട്. വയനാട് ഇങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. വയനാട് എത്ര വേണമെങ്കിലും കണ്ടാൽ കൊതി തീരാത്ത വയനാടായി, അത്രയേറെ മഞ്ഞിൽ പുതഞ്ഞ് നിൽക്കുന്ന വയനാടാണ്. എവിടെ നോക്കിയാലും സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങളാണ്. മേപ്പാടിയിലേക്കുള്ള വഴിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിരാവിലെ എഴുന്നേറ്റ് ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്താൽ പോലും എല്ലാ സങ്കടങ്ങളും മറന്ന് സന്തോഷിക്കുന്ന ഒരു മനസ്സിലേക്ക്, അല്ലെങ്കിൽ അത്രയേറെ സുന്ദരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു എന്താ പറയുക, വർണ്ണിക്കാൻ പറ്റാത്തത്ര സൗന്ദര്യം അത് ഇപ്പോൾ വയനാടിനുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും കുഞ്ഞു കുട്ടികളെയൊക്കെ ഇങ്ങനെ ആ തണുപ്പൊക്കെ മറന്ന് കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തണുപ്പുണ്ട്. എന്നിട്ട് പോലും കുഞ്ഞുങ്ങൾ 1-2 ദിവസത്തേക്കുള്ള ഒരു ആസ്വാദനത്തിൻ്റെ ഒരു അന്തരീക്ഷം തന്നെ
ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. 58,000-ലേറെ ആളുകളാണ് പൂക്കോട് തടാകത്തിൽ കഴിഞ്ഞ ദിവസം വരെയുള്ള ഏകദേശം 10 ദിവസത്തെ കണക്കെടുത്ത് നോക്കിയാൽ 58,000 ആളുകളാണ് പൂക്കോട് തടാകത്തിൽ മാത്രമായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കാന്തൻപാറ വെള്ളച്ചാട്ടം, എടക്കൽ ഗുഹ, ഇവിടെയൊക്കെ 20,000-ലേറെ ആളുകൾ വന്നു പോയിക്കൊണ്ടിരുന്നു ഈ ഒരു 10 ദിവസത്തിനകം. എന്തായാലും വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഏറ്റവും സുന്ദരമായ സ്ഥലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കേരളത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ സ്ഥലം, അത് പ്രകൃതി കനിഞ്ഞു നൽകിയ കാലാവസ്ഥയാണ് എന്നുള്ളതാണ് ഏറ്റവും വർണ്ണിക്കാനുള്ള ഒരു വാക്കുകൾ കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ. അത്രയേറെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥ, ഏറ്റവും നന്നായിട്ടുള്ള കാലാവസ്ഥ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. ഭദ്ര. തീർച്ചയായും ജോഷ്ല, എന്തായാലും വയനാടിന്റെ ആ ഒരു മനോഹാരിത നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പുലർക്കാലത്തെ ആ ഒരു കാഴ്ച അതിൽ നിന്ന് കണ്ണെടുക്കാൻ സാധിക്കുന്നില്ല. ജോഷ്ല പറയുന്നത് പോലെ തന്നെ പറയാൻ വാക്കുകളില്ല. അത്രമേൽ സുന്ദരിയായി തന്നെയാണ് വയനാട് നിൽക്കുന്നത്. ജോഷ്ലയാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ അവിടെ നിരവധിയായിട്ടുള്ള സഞ്ചാരികളും എത്തുന്നുണ്ട്, അവരുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. അവർക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, ഓരോ സീസൺ എടുത്ത് നോക്കുമ്പോഴും അതിൻ്റെയൊക്കെ ഭംഗി വയനാട്ടിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്.